ഓക്കെ. സോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ദ റോയൽ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് എന്നുള്ള കാര്യമാണ്. ഔട്ട്ഡേറ്റഡ് ആയോ അഥവാ കാലഹരണപ്പെട്ടോ എന്നുള്ളത് ഒരു സംശയം എല്ലാവരുടെ ഇടയിലുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൊള്ളില്ല, എടുക്കരുത് എന്ന് പറയുന്ന പല ആളുകളും ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും സത്യമുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ ആരാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കേണ്ടത്? നിങ്ങളുടെ +1 +2 ഫിസിക്സിൻ്റെ ചാപ്റ്ററുകളൊക്കെ ഒന്ന് നോക്കുക. അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളത്, ഇപ്പം മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, തെർമോഡൈനാമിക്സ്, ഹീറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഹീറ്റ് ട്രാൻസ്ഫർ, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. തെർമോഡൈനാമിക്സ് പഠിച്ചു. അതിൽ കുറേയധികം ബ്രാഞ്ചസ് ഉണ്ട്. തെർമൽ പ്രോപ്പർട്ടീസ് ആൻഡ് മാറ്ററോ അങ്ങനെ എങ്ങാണ്ടോ പറയുന്ന ചാപ്റ്ററൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് മറന്നുപോയി. പിന്നെ വരുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ +1 കുറേയധികം മെക്കാനിക്സിൻ്റെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ലോസ് ഓഫ് മോഷൻ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, വർക്ക് എനർജി ആൻഡ് പവർ, അങ്ങനെ കുറേയധികം മോഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം ചാപ്റ്റേഴ്സും നമ്മൾ കണ്ടായിരുന്നു. ഈ തരത്തിലുള്ള ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു, ഈ ചാപ്റ്റേഴ്സൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ബ്രാഞ്ചാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി പല ആളുകളും എന്താണ് ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അത് ചില ആളുകൾ പറയുന്ന കാര്യമാണ് മൈ ലൈഫ് മൈ റൂൾസ് എന്നൊക്കെ പറയും. പക്ഷേ ഈ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് സെലക്ട് ചെയ്യുന്ന സമയത്ത് മൈ ലൈഫ് മൈ റൂൾസ് ഒന്നും കാണില്ല. നാട്ടുകാരുടെ റൂൾസാണ് എൻ്റെ റൂൾസ്. അതായത് നാട്ടുകാർ ബാക്കിയുള്ളവരൊക്കെ ഏത് ബ്രാഞ്ചാണ് എടുക്കുന്നത് എന്നാൽ ഞാനും അത് എടുക്കുന്നു എന്നുള്ളൊരു മെൻറ്റാലിറ്റി നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ പാഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആകാനാണ് ആഗ്രഹമെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യണം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഒരുപാട് സബ് ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പോൾ എയറോസ്പേസ് എഞ്ചിനീയറിങ്, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്, അങ്ങനെ പല സബ് ബ്രാഞ്ചസ് ഉണ്ട് മെക്കാനിക്കലിൻ്റെ. പല കോളേജസും ഈ സബ് ബ്രാഞ്ചസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെടുക്കണോ അതോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കണോ എന്ന് ചോദിച്ചാൽ, മദർ ബ്രാഞ്ച് ആയിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കണോ എന്ന് ചോദിച്ചെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മദർ ബ്രാഞ്ച് ആയിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുക. പിന്നീട് നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ M.Tech ഒക്കെ എടുക്കുന്ന സമയത്ത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ ഒരുപാട് സബ് ബ്രാഞ്ചസ് ഉണ്ട്, അതിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. മാനുഫാക്ചറിങ്, തെർമൽ, പല ആളുകളും ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ വണ്ടി നന്നാക്കുന്ന ആൾക്കാർ, അതല്ല. മാനുഫാക്ചറിങ്, ഡിസൈനിങ്, തെർമൽ, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ എല്ലാ മേഖലകളിലും മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ ഒരു കയ്യെത്തുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏകദേശം 40 എൻജിനീയറിംഗ് ബ്രാഞ്ചസ് നിലവിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എന്നിട്ട് പോലും നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെയാണ് റോയൽ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. എന്തുകൊണ്ടാണ്? പല ആളുകളും വിശ്വസിക്കുന്നത് അത് ഏറ്റവും പഴയ ഒരു ബ്രാഞ്ച് ആയതുകൊണ്ടായിരിക്കാം അതിനെ റോയൽ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മെക്കാനിക്കലിനേക്കാളും പഴയ ബ്രാഞ്ചാണ് സിവിൽ എഞ്ചിനീയറിംഗ്. പിന്നെ എന്തുകൊണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് റോയൽ സിവിൽ എന്ന് നമ്മൾ പറയുന്നില്ല? എന്തുകൊണ്ട് വൈ റോയൽ മെക്കാനിക്കൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് വൈ റോയൽ മെക്കാനിക്കൽ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എവർഗ്രീൻ മെക്കാനിക്കൽ. ഓക്കെ, ഒരു എവർഗ്രീൻ കോർ ബ്രാഞ്ചാണ് മെക്കാനിക്കൽ എന്ന് പറയുന്നത്. മാക്സിമം സബ് ബ്രാഞ്ചസ് ഉള്ള ഒരു ഇതാണ്. ഏതൊരു ഇൻഡസ്ട്രിയിലും ഏറ്റവും ഡിമാൻഡുള്ള ഒരു ബ്രാഞ്ചാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സിവിലിന് ശേഷം ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. ഏതൊരു ബ്രാഞ്ചിലേക്കുള്ള ഫൗണ്ടേഷനാണ്. ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള സ്റ്റുഡൻസിനെ കാണപ്പെടുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണ്. ഓക്കെ, ബെസ്റ്റ് കോർ ബ്രാഞ്ചാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു കാര്യം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ASME എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രകാരം ഏകദേശം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മാത്രമായിട്ട് 37 സബ് ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിന് ഈ 37 ഫീൽഡിലേക്കും ജോലി ചെയ്യാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ജോലി കിട്ടാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു ഹയർ സ്റ്റഡീസിന് പോകുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിൽ 37 ഓപ്ഷൻസാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്, നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മെക്കാനിക്കൽ ഏകദേശം 40-ലധികം എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഉള്ളതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് മാത്രമാണ് ഇത്രയും സബ്
എൻജിനീയറിംഗ് ഫീൽഡുകൾ, സബ് എൻജിനീയറിംഗ് ബ്രാഞ്ചസ് ആയിട്ടുള്ളത് ഏകദേശം ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് 3 ഇരട്ടിയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സബ് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ മെക്കാനിക്കലിന് റോയൽ മെക്കാനിക്കൽ എന്ന് പറയുന്നതിനൊരു കാരണമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ASME പ്രകാരം ഏകദേശം 37 ബ്രാഞ്ചസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. അക്കോസ്റ്റിക്സ് ഉണ്ട്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, വെഹിക്കിൾ എഞ്ചിനീയറിംഗ്, റോബോട്ടിക്സ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. നാവൽ ആർക്കിടെക്ചർ, പിന്നെന്താണ് മറൈൻ എഞ്ചിനീയറിങ്, മെറ്റീരിയൽ എഞ്ചിനീയറിങ്, ഇങ്ങനെ അതായത് നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന എല്ലാ ടൈപ്പ് എഞ്ചിനീയറിങ് കാര്യങ്ങളും റോബോട്ടിക്സ് ഒക്കെ വരുന്നത് ഇവിടെയാണ്. പല ആളുകളും വിചാരിച്ചു വെച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡാണെന്നാണ്. പക്ഷേ ഇതൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അതിൻ്റെയൊക്കെ മദർ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇവിടെ ഒരുപാടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇനി എങ്ങനെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പ്ലേസ്മെൻറ്റ് മേടിക്കാമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, കീ സ്റ്റെപ്സ് ടു സെക്യൂർ പ്ലേസ്മെൻറ്റ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. നിങ്ങൾ മാക്സിമം ഒരു BTech എടുത്തു കഴിഞ്ഞാൽ മാക്സിമം വർക്ക്ഷോപ്സും ഇൻറ്റേൺഷിപ്സും ഒക്കെ നിങ്ങൾക്ക് വരും. മാക്സിമം നമ്പർ ഓഫ് വർക്ക്ഷോപ്സിലും ഇൻറ്റേൺഷിപ്പ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അവിടെ നിന്നൊക്കെ നിങ്ങൾ ഒരുപാട് സ്കില്ലുകൾ അക്വയർ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നല്ല നല്ല പ്രൊജക്റ്റുകൾ ചെയ്യുക. പിന്നെന്താണ്, നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം 37 സബ് ഫീൽഡുകൾ പറഞ്ഞല്ലേ. നിങ്ങൾ BTech പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ സബ് ഫീൽഡിൽ ഒരു ഡിപ്ലോമ കോഴ്സ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൺലൈനായിട്ടൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്, നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ സ്കിൽ, അതായത് ഏതൊരു ബ്രാഞ്ചിലുള്ള ആളുകളാണെങ്കിലും മിനിമം ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ലൈക്ക് ഒരു പൈതൺ എങ്കിലും നിങ്ങൾ മിനിമം പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ള ആൾക്കാരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോഫ്റ്റ് സ്കിൽസ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടീം സ്പിരിറ്റ്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണെങ്കിൽ അവനൊരു കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നു കുറേ ചുമ്മാ കിടന്ന് കുത്തും. ഓക്കെ, പക്ഷെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കുട്ടികൾ അങ്ങനെ ആയിരിക്കരുത്. ടീമായിട്ടായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ഒരു ടീം സ്പിരിറ്റ്, കമ്മ്യൂണിക്കേഷൻ, ഈ ടീം ഗ്രൂപ്പ് ഇതുപോലുള്ള കാര്യങ്ങൾക്കിടയിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട ഏറ്റവും ഒരു ഫയർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷനുള്ള ആൾക്കാരായിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഉള്ള ഇൻഡസ്ട്രീസൊക്കെ ആയിട്ട് ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള ഇൻഡസ്ട്രീസിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി വെക്കുക. അത് നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റിന് വളരെയധികം ഉപകാരപ്പെടും. പിന്നെന്താണ്, നല്ലൊരു സ്ട്രോങ് റെസ്യൂമെ നന്നായിട്ട് ഇൻ്റർവ്യൂക്ക് പ്രാക്ടീസ് ചെയ്യുക. ജോബ് റെഡി കാൻഡിഡേറ്റ്സ് ആയിരിക്കുക. വെറുതെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ നല്ല രീതിയിൽ സോഫ്റ്റ് സ്കിൽസ് ആണെങ്കിലും ശരി, കമ്മ്യൂണിക്കേഷൻ, ടീം സ്പിരിറ്റ്, മറ്റ് ഡിപ്ലോമ കോഴ്സുകൾ, ഇൻറ്റേൺഷിപ്പ്, വർക്ക്ഷോപ്പ് മാക്സിമം അറ്റൻഡ് ചെയ്ത് നിങ്ങളൊരു ജോബ് റെഡി കാൻഡിഡേറ്റായി മാറുക. പിന്നെ നമ്മുടെ KTയുടെ പ്രത്യേകത APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് മൈനർ ഡിഗ്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് വേറെ ഏത് ബ്രാഞ്ചിലേക്കും വേറെ ഏതൊരു ബ്രാഞ്ചും വേണമെങ്കിലും പഠിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് 3rd സെമസ്റ്റർ ആകുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത് മെക്കാനിക്കലിലെ കുട്ടികൾക്കാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ BTech മൈനർ എടുക്കാം, അല്ലെങ്കിൽ റോബോട്ടിക്സിൽ മൈനർ എടുക്കാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ മൈനർ എടുക്കാം. പക്ഷേ ഈ മൈനർ എടുക്കുന്നത് നിങ്ങളുടെ കോളേജസിൽ ആ ബ്രാഞ്ച് ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ കോളേജിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മൈനറായിട്ട് മെക്കാനിക്കൽ പഠിക്കുന്ന കുട്ടികൾക്ക് മൈനറായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി പഠിക്കാൻ വേണ്ടി കഴിയുന്ന ഒരവസ്ഥ ഇപ്പം നിലവിൽ KTUവിലുണ്ട്. ഓക്കെ, മൈനർ ഡിഗ്രിയൊക്കെ സെലക്ട് ചെയ്യുക. ഇനി ടോപ്പ് 25 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനീസ് ഇൻ ഇന്ത്യയിൽ മാത്രമായിട്ടുള്ളതാണ്. നിങ്ങളിതെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. ടാറ്റ ഗ്രൂപ്പുണ്ട്, ബജാജ് ഉണ്ട്, എയ്സ് ഡിസൈനർ, L&T ഉണ്ട്, മഹീന്ദ്ര ഉണ്ട്. എല്ലാം നമുക്ക് വായിക്കാൻ സമയമില്ല. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് എനിക്ക് വേണ്ട, വേറെ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഗേറ്റ് എക്സാം എന്ന് പറയുന്നത്. ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ്, കീമ് പോലെയുള്ള ഒരു എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനാണ് ഗേറ്റ് എന്ന് പറയുന്നത്. ബെനഫിറ്റ്സ് ഓഫ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ PSU റിക്രൂട്ട്മെൻറ്റ്സ്, അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഇതുപോലുള്ള അവിടെ കുറേയധികം എക്സാമ്പിൾസ് NPTC, ONGC,
അവിടെ ഗെയിൽ, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ജോലിയിൽ കയറാൻ വേണ്ടി പറ്റും. ഈ എക്സാം എഴുതി നല്ലൊരു റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ആ കമ്പനീസിലേക്ക് ജോലിക്കാണ് നിങ്ങൾ പോകുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ റാങ്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് IIT NIT പോലുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, ഈ ഗേറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾക്ക് ഏകദേശം ഒരു മാസം 12,400 രൂപ സ്റ്റൈപ്പൻഡായിട്ട് മാത്രം കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി ഫോറിൻ സ്റ്റഡി, അതായത് ഗ്ലോബലി തന്നെ ഏറ്റവും റാങ്കിലുള്ള യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടെ ഗേറ്റ് സ്കോർ വെച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. റിക്രൂട്ടിങ് ഇൻ MNCs. അപ്പോൾ പ്ലേസ്മെൻറ്റ് കിട്ടാത്ത ആളുകൾ ഗേറ്റ് എഴുതുക. ഗേറ്റ് എഴുതി നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ജോബിലേക്കാണ് കയറുന്നത്. കുറച്ച് റാങ്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് IIT NIT അല്ലെങ്കിൽ ഗ്ലോബലി തന്നെ ഏറ്റവും റാങ്ക് ഉള്ള യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് എടുക്കാം. അവിടെയൊക്കെ പിന്നെ മാസ്റ്റർ എടുത്താൽ അല്ലെങ്കിൽ IITയിൽ NITയിലൊക്കെ മാസ്റ്റേഴ്സ് എടുത്താൽ പിന്നെ പ്ലേസ്മെൻറ്റ് നിങ്ങൾ നോക്കണ്ട, ഷുവറാണ്. ഓക്കെ, ഇനി ഇതൊന്നും പറ്റില്ല, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഗവൺമെൻറ് എക്സാംസ് അവൈലബിൾ ആണ്. IES അല്ലെങ്കിൽ ESC എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെ, സിവിൽ സർവീസ് ഒക്കെ നടത്തുന്ന UPSC കണ്ടക്ട് ചെയ്യുന്നൊരു എക്സാമിനേഷനാണ് IES അല്ലെങ്കിൽ ESC. ഇത് ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ജോബിലേക്ക് കയറാം. ISRO നടത്തുന്ന എക്സാമുകളുണ്ട്. ഓക്കെ, അതും നിങ്ങൾക്ക് ക്ലിയർ ചെയ്താൽ ഡയറക്റ്റ് ജോബിലേക്ക് കയറാം. RRB റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന ഒരുപാട് ജൂനിയർ എൻജിനീയേഴ്സിൻ്റെ എക്സാംസ് ഉണ്ട്. അതിലും നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യുകയാണെങ്കിൽ കയറാം. SSC JEE സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എൻജിനീയറിൻ്റെ എക്സാംസ് ഉണ്ട്. അതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യുകയാണെങ്കിൽ കയറാം. ഇപ്പോൾ നമ്മുടെ കേരള PSC നടത്തുന്ന അസിസ്റ്റൻറ്റ് എൻജിനീയർ, ലെക്ചറർ ആൻഡ് പ്രൊഫസർ ഇൻ എൻജിനീയറിംഗ് കോളേജസ്, പോളിടെക്നിക് ലെക്ചറർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, MVD മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി കിട്ടുക എന്നുള്ളതൊക്കെ മെക്കാനിക്കൽ എൻജിനീയേഴ്സിന് കിട്ടുന്ന ഒരു ഇതാണ്. NB ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, there are many other government exams that are not mentioned above. ഇതെല്ലാം ഇല്ല, ഇനിയും ഒരുപാട് എൻജിനീയറിംഗ് ഗവൺമെൻറ് എക്സാമുകൾ ഉണ്ട്. ഇനി മെക്കാനിക്കൽ എൻജിനീയറിംഗിൻ്റെ സിലബസ്, നിലവിലിപ്പോൾ നിങ്ങളുടെ സിലബസ് മാറുമെന്നാണ് കേട്ടത്. SEM 1 SEM 2 ഒക്കെ സാധാരണഗതിയിലുണ്ടായിരുന്നത് ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റുകളായിരുന്നു, കെമിസ്ട്രി, ഫിസിക്സ്, പിന്നെ വേറെ എല്ലാ ബ്രാഞ്ചിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനുള്ള ഇതൊക്കെയായിരുന്നു. SEM 3 മുതലാണ് നിങ്ങൾ എടുത്തിരിക്കുന്ന ബ്രാഞ്ചിലേക്കുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുക. അപ്പോൾ SEM 3 മുതൽ നമുക്ക് നോക്കാം. നിങ്ങളിവിടെ നോക്കിക്കോ, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്, മെറ്റലർജി, മെറ്റീരിയൽ സയൻസ്, ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ്, സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ്, അങ്ങനെ ഈ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് മാത്സ് ആണ്. പ്രൊഫഷണൽ ഇലക്ട്രിക്സ് എന്നൊക്കെ പറഞ്ഞ ഒരു നോൺ ക്രെഡിറ്റ് സബ്ജക്റ്റാണ്. ഓക്കെ, നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു ബ്ലൂ കളറിലുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അത് കണ്ടോ, ബ്ലൂ കളറിലുള്ള എല്ലാം നോക്കണം. ഓക്കെ, SEM 4 എൻജിനീയറിംഗ് തെർമോഡൈനാമിക്സ്, ഫ്ലൂയിഡ് മെഷീനറി, മെഷീൻ ടൂൾസ്, എൻജിനീയറിംഗ് തെർമോഡൈനാമിക്സ്, മാനുഫാക്ചറിങ് പ്രോസസ്സസ്, അങ്ങനെ കുറേ അധികമുണ്ട്. നിങ്ങൾക്കെല്ലാം വായിച്ചു നോക്കാം. ഓക്കെ, മെക്കാനിക്സ് ഓഫ് മെഷീനറി SEM 5 തെർമൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ ആൻഡ് സിസ്റ്റം എഞ്ചിനീയറിംഗ്, മെഷീൻ ടൂൾസ് ആൻഡ് മെട്രോളജി, മാനേജ്മെൻറ്റ്, അങ്ങനെ കുറേ അധികം ഉണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. സെമസ്റ്റർ 6 ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ, ഡൈനാമിക്സ് ഓഫ് മെഷീനറി ആൻഡ് മെഷീൻ ഡിസൈന്, ഓക്കെ, കുറേ അധികം ഉണ്ട്. കൃത്യമായിട്ട് വായിച്ചു നോക്കുക. സെമസ്റ്റർ 7 ഏതൊക്കെയുണ്ട് എന്നുള്ള കാര്യം വായിച്ചു നോക്കുക. സെമസ്റ്റർ 8 ഏതൊക്കെ ഉണ്ടെന്നുള്ള കാര്യം വായിച്ചു നോക്കുക. അപ്പോൾ ഈ സിലബസ് കണ്ടപ്പോൾ തന്നെ നിങ്ങളൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണോ അല്ലെങ്കിൽ സബ്ജക്റ്റ് ആണോ നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഇത് നമ്മൾ ജനറൽ കാറ്റഗറിയുടെ മാത്രമാണ് പറയുന്നത്. ഓക്കെ, റിസർവേഷൻ ഉള്ളവർക്ക് ഇതിനേക്കാളും മുകളിൽ റാങ്ക് ഉണ്ടെങ്കിൽ കിട്ടും. ഓക്കെ, CET എല്ലാവർക്കും വേണ്ട ഇതാണ്. അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 4068 GC തൃശ്ശൂർ 9041, TKM കൊല്ലം 14,940, GC ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹിൽ 16,671,
മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം MA കോളേജ് 18746, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം 20142, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം 20580, NSS പാലക്കാട് 21310, GC കോഴിക്കോട് 21051, GC കണ്ണൂർ 21379, GC ഇടുക്കിയിലും GC വയനാട്ടിലും സ്റ്റേറ്റ് മെറിറ്റ് കൊടുത്തിട്ടില്ല. ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു 30K അല്ലെങ്കിൽ 35K ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടാൻ സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, ഇനി എന്താണ് പറയുക, പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ബ്രാഞ്ചാണ്. നിങ്ങളെല്ലാവരും ഈ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയാതെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും. ഈ കൊമേഴ്സ് ഒക്കെ പഠിക്കുന്നവർക്ക് അവരോട് ചോദിച്ചാൽ അറിയാം എന്താണ്, അല്ലെങ്കിൽ എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം. ഈ ഒരു കാര്യത്തിൽ ഒരു സാധനം നമ്മുടെ സൊസൈറ്റിയിൽ സുലഭമായിട്ട് ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് കുറയും, അതിൻ്റെ ഡിമാൻഡ് കുറയും അല്ലേ. കുറച്ചേ ഉണ്ടെങ്കിൽ അതിന് ഡിമാൻഡ് കൂടും. ഇപ്പോൾ സ്വർണവും ഈ ഡയമണ്ടൊക്കെ എന്താണ്, കുറച്ചേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അതിനെന്താണ് ഭയങ്കര റേറ്റാണ്. അതേസമയം ഇരുമ്പിനൊക്കെ അത്രയധികം വില ഉണ്ടോ? ഇല്ല. ഓക്കെ, കാരണം അത് ഒരുപാട് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന് ഈ പറയുന്ന ഇത്ര വിലയില്ല, അത് ഒരുപാട് കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ജോലി കിട്ടും. പക്ഷേ എത്ര രൂപയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മാക്സിമം പോയാൽ ഒരു 10% ആളുകൾക്ക് മാത്രമേ ഹൈ പേയിങ് ജോബ് കിട്ടത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഈ 25,000 15,000 ഒക്കെ സാലറിയുള്ള ജോബാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുന്ന കുട്ടികൾ അവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പല എഞ്ചിനീയറിംഗ് കോളേജസിലും സീറ്റുകളും വേക്കൻ്റായി കിടക്കുകയാണ് എഞ്ചിനീയറിങ്ങിൽ. അപ്പോൾ ഇത് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഇത്രത്തോളം അവസരം ഉള്ളതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഇപ്പോൾ വളരെയധികം കുറയുന്നുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ. കാരണം കുട്ടികൾക്കൊന്നും വേണ്ട മെക്കാനിക്കൽ എഞ്ചിനീയറിങ്. അതിന് കാരണം കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു അതിപ്രസരമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിങ് കുട്ടികൾ എടുക്കാതെ വന്ന് അതിവിടെ കോമ്പറ്റീഷൻ കുറയും. അപ്പോൾ അവിടെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവർ ഈ എക്സാംസ് ഒക്കെ എഴുതിയാൽ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതേസമയം ഈ കമ്പ്യൂട്ടർ സയൻസിൽ ഇപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട്. ഓക്കെ, അവരൊക്കെ ഒരു ഗവൺമെൻറ് എക്സാം എഴുതുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസ്മെൻറ്റിന് നടത്തുന്ന ഒരു കമ്പനിയിൽ പോയിരിക്കുക എന്ന് വിചാരിക്കുക. എത്ര കുട്ടികൾ വരും? അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി കുറയുകയല്ലേ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഓക്കെ, താങ്ക് യു.